ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? കുറേ നാളായിട്ട് നമ്മൾ വീട്ടിൽ പെട്ടിരിക്കുകയാണല്ലേ. ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് 10-20 ദിവസമായിട്ട് സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെ ഞാനും പെട്ടിരിക്കുകയാണ്. അതൊരു ബോറടി മാറ്റാനായിട്ട് ഒരു 1-2 വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു റംബൂട്ടാൻ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം അവർ എല്ലാവരും നല്ല രീതിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പേഴ്സണലായിട്ട് എനിക്ക് കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, വാട്സപ്പിലൊക്കെ ആയിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരാഗ്രഹം, എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് പോയാലോ എന്ന്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവരെ പെർമിഷൻ കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ അവിടെ നിന്ന് ഇന്ന് രാവിലെ 9:30 മണിക്ക് അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഞാൻ ആലുവയിലാണ്. ആരാണെന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറയാം. അപ്പോൾ അവനായിട്ട് കുറച്ച് കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ നമുക്ക് വഴിയെ കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. മാമൻ മാമി എന്ന് പറഞ്ഞിട്ട് മാമൻ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. ലിബിൻ ഷാ ഇങ്ങോട്ട് വന്നു. പക്ഷെ നമ്മുടെ ദിയമോളിനെയും മോനെയൊന്നും കാണാൻ പറ്റിയിട്ടില്ല. കുറേ ദിവസം ഞങ്ങള് ലിബിൻ ഷായുടെ വീട്ടിലായിരുന്നു താമസം കാര്യങ്ങളൊക്കെ. എന്താ അപ്പൊ ഇന്ന് ഒരു കുറേ ദിവസത്തിന് ശേഷം ഒരാളെ കൂട്ടിന് കിട്ടിയതിന്റെ സന്തോഷത്തിലാണ്. ഇപ്പോൾ ഒന്നും മിണ്ടാനും പറയാനും ആളില്ല. ചുമ്മാ അതിനകത്ത് ഇങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സെബീലിന്റെ സെയിം അവസ്ഥ തന്നെയായിരുന്നു. ഞാനും ഈ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് ഇവിടെ നിർത്തിയിട്ട് എനിക്ക് അവിടെ സത്യം പറഞ്ഞാൽ വൈഫിന്റെയും മക്കളൊക്കെ ആയിട്ട് കൂടെ ആയിരുന്നെങ്കിലും എന്റെ സത്യം പറഞ്ഞ മനസ്സ് കൂടുതൽ ഇവിടെ, സത്യം പൊക്കി പറഞ്ഞല്ലോ കാര്യമായിട്ട് എന്റെ മനസ്സ് മുഴുവൻ ഇവിടെ തന്നെയായിരുന്നു. പുള്ളിനെ അന്നിവിടെ ആക്കിയിട്ട് പിന്നെ പോയതാ. എനിക്ക് അങ്ങോട്ടോ ഒരു പുള്ളിക്ക് ഇങ്ങോട്ടോ ഒന്നും വരാൻ പറ്റാത്ത സമയമായിരുന്നു. പിന്നെ മാത്രമല്ല കുറെ പ്ലാനുകളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്, വഴിയെ പറയാം. അപ്പൊ സെബീലിന്റെ കൂടെ ഞാൻ ലിബിൻ ഷാ. വെൽക്കം ടു ദി ഗ്രേറ്റ് എക്സ്പ്ലോറർ. അപ്പോൾ നമ്മളപ്പോൾ ഇന്ന് തുടങ്ങാൻ പോണത് ഒരു ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കാനാണ് ഉദ്ദേശം കേട്ടോ. ബീഫ് സ്റ്റേക്ക് കണ്ടോ, ഇതാണ് സാധനം. അപ്പോൾ ഇത് നമ്മൾ സ്റ്റേക്ക് ഉണ്ടാക്കാനാണ് നമ്മളെ ഉദ്ദേശം. അതിപ്പോൾ എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ബാക്കി അതിൻ്റെ മാരിനേഷൻ കാര്യങ്ങളിലേക്കൊക്കെ പോവാം. അതിനു മുമ്പ് വേറൊരു കാര്യം കാണിച്ചു തരാം. സെബീലിൻ്റെ റൂമിൻ്റെ ജനൽ തുറന്ന കാണുന്ന കാഴ്ചയായി കാണുന്നത്. എങ്ങനെയുണ്ട്? നെടുമ്പാശ്ശേരി എയർപോർട്ട് കണ്ടോ? ആ കാണുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ട് കണ്ടോ? അപ്പോൾ നമ്മൾ ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ബീഫ് സംഭവങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് സെബീലിൻ്റെ ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. എല്ലാവർക്കും നമുക്ക് സെബീലിൻ്റെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിൽ വിരുന്നേരം വരുന്നത്. ക്യാമറയായിട്ടാണ് വന്നത്. തൽക്കാലത്തേക്ക് മാറിയൊരു സംഭവമാണ്. റെന്റ് ഔട്ട് ചെയ്തതാണ്. സ്വന്തം വീടുകളൊന്നും ആൾക്കാർ അല്ല. അപ്പൊ എന്തായാലും കല്യാണമൊക്കെ ആവാനായി, കല്യാണമൊക്കെ കഴിക്കാൻ നിൽക്കുന്ന ആള് അതിന്റെ തയ്യാറെടുപ്പിലാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം വേണം. അതെപ്പോഴും നമുക്ക് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു മിനി ഡൈനിങ് ഉണ്ടല്ലോ, ഭയങ്കര ക്യൂട്ടാണ് സത്യം പറഞ്ഞാൽ. എന്ത് രസം നോക്കി. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഡിസൈൻ ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് താമസിക്കാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. ബാത്റൂം ഉണ്ട്, നല്ലൊരു കോമൺ ബാത്റൂം ഉണ്ട്. പിന്നെ ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ട്, ചെറിയൊരു കിച്ചൺ, ക്യൂട്ടായിട്ടുള്ള കിച്ചൺ. പിന്നെ ഒരു മിനി ഫ്രീസർ ഉണ്ട്. പിന്നെ സെറ്റി സംഭവങ്ങളൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഇത് രസത്തിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതൊക്കെയാണ് സെബീലിന്റെ വിശേഷങ്ങൾ, ഫ്ലാറ്റിലെ വിശേഷങ്ങൾ. ഇനിയിപ്പോ എന്തായാലും ഒരു മാസത്തിനുള്ളിൽ ഒരാളും കൂടി ഉണ്ടാവും സെബീലിന് കൂട്ടായിട്ട്. അല്ല, സെബീൽ കൂടെ തന്നെ ഉണ്ട്. പക്ഷേ ഇനിയിപ്പോ ലോക്ക്ഡൌൺ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് 30-ാം തീയതി കഴിഞ്ഞാൽ എന്തായാലും കൂടെ തന്നെ വരുന്നു. എന്തായാലും ശരിയാവും. അപ്പൊ ഈ സ്ഥലം വരുന്നത് ആലുവയിലാണ്. അപ്പൊ അധികം കൂടുതൽ ദീർഘിപ്പിക്കാനല്ല, നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് അതിന്റെ മാരിനേഷൻ പ്രോസസിംഗിലേക്ക് നമുക്ക് കടക്കാം. അതെ, സെബീലിന് നന്നായിട്ട് വിശക്കുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നല്ല കുറെ ദിവസത്തിന് ശേഷം നല്ല ഒരു അടിപൊളി ഡിഷ്. പിന്നെ പുള്ളി ഇടലും കുക്കാട്ടോ. പുള്ളിയുടെ വീട്ടിൽ നിന്റെ പൊന്നളിയാ പുള്ളി ഉണ്ടാക്കുന്ന മീൻകറി, ചിക്കൻ കറി ഒരു രക്ഷയില്ല, അടിപ്പൻ. കുറെ ദിവസം നമ്മുടെ ഇത്താതെ കൈ കൊണ്ട് ഫുഡ് ചെയ്ത്. ഇത്താതെ സൂപ്പർ കുക്കാണ്. പക്ഷെ ഇത്താതെ പോയിട്ട് ഞാൻ പുള്ളിയായിട്ട് കുറച്ച് ദിവസം ഞങ്ങൾ മാത്രമായി
ഞാൻ വിചാരിച്ച് ആ ഒരു നല്ല കാലൊക്കെ പോയിരുന്നു. പക്ഷെ കളിയാക്കണല്ല, പുള്ളി അതിനേക്കാളും ഗംഭീരാണ്. പുള്ളിയുടെ ഫിഷ് കറിയും ചിക്കൻ കറിയൊക്കെ ഒരു രക്ഷയില്ല. ഇത്താദ്യം പൊളിയാവും. രണ്ടാളും കട്ടക്കാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം നല്ല പ്രതീക്ഷയുണ്ട്. ഇങ്ങനെ പ്രതീക്ഷ അല്ല, ഇന്നത്തെ കാര്യം അടിപൊളിയായിരിക്കും, നല്ല പ്രതീക്ഷയുണ്ട്. അപ്പൊ ഞാൻ കിച്ചൺ ഫുള്ളായിട്ട് വിട്ട് തന്നിരിക്കുന്നു. ഞാൻ ചുമ്മാ ക്യാമറയൊക്കെ പിടിച്ച് ബാക്കിൽ അല്ലെങ്കിൽ ബാക്കി സഹായത്തിന് നമ്മുടെ അത്യാവശ്യം ഉള്ള മസാലപ്പൊടി പൊളിക്കും. അപ്പൊ നമുക്കിപ്പോ അതിന്റെ മാരിനേറ്റ് ചെയ്യാം. ബീഫ് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഒരു കുറച്ച് ഉപ്പ് കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് ഇടാം. കുറച്ച് ഉപ്പ് അങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് വിതറി കൊടുക്കാം. അത് കുറേ ഒന്നും വേണ്ട കേട്ടോ, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അത് ഉപ്പിടുമ്പോൾ നമ്മൾ രണ്ട് സൈഡും ചെയ്യണം കേട്ടോ. രണ്ട് സൈഡും നമുക്ക് ഉപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം മുസമ്പി അങ്ങോട്ട് കട്ട് ചെയ്യാം. കണ്ടോ, അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇങ്ങോട്ട് എത്തിച്ചാണ്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഇട്ടിട്ട് കൊടുക്കാം. ഇതാകുമ്പോൾ കുറച്ചൊരു മധുരം കിട്ടും, നമുക്ക് ഫ്ലേവർ, നല്ല ഫ്ലേവർ കിട്ടും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതുകൊണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് വരുന്നത് കുറച്ച് മുളക് പൊടി. ഒരു പേരിന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടോ, ഒരു പേരിന് മാത്രം. എന്നിട്ട് നമ്മളൊന്ന് മറിച്ചിടാം. നമ്മൾ മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോണത് കുറച്ച് കുരുമുളക് പൊടി. ഇതേപോലെ തന്നെ രണ്ട് സൈഡിലും കുരുമുളക് പൊടി ഇടാം. കണ്ടോ, ഇത് കഴിച്ചിട്ട് സെബിൽ അഭിപ്രായം പറയട്ടെ. സത്യസന്ധമായ അഭിപ്രായമായിരിക്കട്ടെ. സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം മാത്രമേ പറയാൻ പാടുള്ളൂ. ഉപ്പ്, മുസമ്പി, കുരുമുളക്, പിന്നെ മുളക് പൊടി അല്ലേ, എല്ലായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്തു നമ്മൾ കുറച്ചേരം ഇതിൻ്റെ ഒരു അരമണിക്കൂർ നമുക്ക് വെക്കാം. ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഫ്ലേവർ പൊളിക്കും കേട്ടോ. ഫ്ലേവർ നമ്മൾ മുസമ്പി ഫ്ലേവറാണ് കൊടുത്തത്. കണ്ടോ, ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് മുസമ്പിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതിനോടൊപ്പം തന്നെ നമുക്ക് കഴിക്കാം, ഫ്ലേവർ ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആപ്പിൾ ഉണ്ട്, ഗ്രാൻഡ്. അപ്പോൾ ഈ ആപ്പിളും കൂടി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യരുത്. സാധാരണ നമ്മൾ ആപ്പിൾ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യരുത്. ഇത് കട്ട് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ വട്ടം കട്ട് ചെയ്യണം. ബീഫ് സ്റ്റേക്ക് കഴിക്കുമ്പോൾ നമ്മൾ ഇതും കൂടി കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. ഫ്രൂട്ട്സ് എപ്പോഴും നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിപ്പോൾ തന്നെ ഞാൻ തീർക്കുമല്ലോ, കോമ്പിനേഷന് ബാക്കി ഉണ്ടാവില്ല. അടുത്ത നമുക്ക് ഈ ക്യാപ്സിക്കനൊന്ന് കുറച്ച് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. കാരണം ഇത് അത്യാവശ്യമാണ് നമുക്ക്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെറുതായിട്ട് സ്ലൈസായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സവാളയാണ്. സെറ്റായില്ലേ? ഇതിലിപ്പോൾ വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുക്കിംഗ് ചാനലല്ല, ഒരു ട്രാവലിംഗ് ചാനലാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ സെബീലിൻ്റെ കൂടെ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ്. വേറെ നമുക്കിപ്പോൾ ലോക്ക്ഡൗൺ ആയതിൻ്റെ പേരിൽ നമുക്കിപ്പോൾ എവിടെയും ഒന്നും ചെയ്യാനോ യാത്ര പോകാനോ ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സെബീലിൻ്റെ കൂടെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു കുക്കിംഗ് വീഡിയോ പ്ലാൻ ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മളാ പാൻ ചൂടാക്കി കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. മാരിനേറ്റ് ഒക്കെ ചെയ്ത് സെറ്റായിട്ടുണ്ട് അല്ലേ? ഓക്കെ, കാണാൻ ഭംഗിയില്ലേ? അടിപൊളി. ഇനി നമുക്ക് ഇടാം അതിനകത്ത്. സൗണ്ടാണ് പോലെ. ലോ ഫ്ലെയിമിലാണ് നമുക്ക് ചെയ്യേണ്ടത്. ഫുള്ളായിട്ട് പോകില്ലേ? ഒറ്റ ടിപ്പിൽ പോകില്ല. ഒറ്റ ടിപ്പിൽ എടുക്കാൻ മതി. ഈ ഒരു പീസ് കൂടി ഉള്ളൂ നമ്മൾ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്.
നമുക്ക് ഇങ്ങനെ കിട്ടിയാൽ മതി. ഇങ്ങനെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത്, അധികം നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല. അധികം നമ്മൾ വേവിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഇതിൻ്റെ ടേസ്റ്റ് പോവും, ആ ഫ്ലേവർ പോവും, ആ ബീഫിൻ്റെ ഫ്ലേവർ പോവും. ചിലവരിത് വേവിച്ചിട്ടൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളെ ബീഫ് സ്റ്റേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ബീഫ് സ്റ്റേക്ക്. കഴിഞ്ഞിട്ടില്ല, പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഇത് നമ്മൾ എന്താ വെച്ചാൽ ഇത് ചെറിയ ചെറിയ പീസാക്കും. നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് പിടയ്ക്കാം. വലിയ വലിയ ഇംഗ്ലീഷ് ചാനലൊക്കെ കണ്ടിട്ടുള്ളൂ നിങ്ങൾ സംഭവങ്ങൾ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കി കൊടുക്കാം. അങ്ങനെ എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം തന്നെ ടേസ്റ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഗ്രേവി ഉഷാറാട്ടോ. അതാണ് കണ്ടോ, ഇങ്ങനെ ഇങ്ങനെ പീസാക്കി കൊടുക്കാം. ഇതിൻ്റെ ഉള്ളുണ്ട്, ഇത്രയും വേവാൻ പാടുള്ളൂ. നമുക്ക് അധികം നമുക്ക് വേവാൻ പാടില്ല. അധികം വെന്ത് കഴിഞ്ഞാൽ കൊള്ളൂല, കഴിക്കാനുള്ളൂ. സാധാരണ ബീഫ് ഫ്രൈ പോലെ ആവും. ജ്യൂസ് ഇങ്ങനെ അയക്കാൻ ഇറങ്ങണം അല്ലേ? അതെ, കണ്ടോ നോക്കി, കണ്ടോ. അപ്പോൾ സബീൽ ഇത് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അല്ലേ സബീലെ? സാധനം സെറ്റ്, ഹെവി സാധനം. എങ്ങനെയുണ്ട് അതിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, കുറച്ച് റൈസ്, പിന്നെ ബാക്കിയുള്ള ഡെക്കറേഷൻസ്, ആപ്പിൾ, ഓറഞ്ച് സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ ബീഫ് സ്റ്റീക്ക് കൂടാതെ ചിക്കൻ കറി കിട്ടാം. ഞങ്ങൾ ഇന്നത്തെ ഡിന്നറാണ് ഇട്ടത്. അപ്പോൾ ഞങ്ങളപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അല്ലേ സബീൽ? അപ്പോൾ അതെല്ലാം വെട്ടിക്കൂട്ടി ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടെ മൊസംബി, പിന്നെന്താണ് ക്യാപ്സിക്കൻ, ആപ്പിള്. അപ്പോൾ കുറച്ച് റൈസ് ഇങ്ങനെ എടുത്തിട്ട് സ്റ്റീക്ക് ഞാൻ കട്ട് ചെയ്യുന്നതിൽ കുറച്ച് ഞാൻ ടേസ്റ്റ് ചെയ്തു. ചൂട് ഇങ്ങനെ വിട്ട് പോകുമ്പോഴത്തേക്ക് കഴിക്കണം. ഗ്രേവി ഒരു രക്ഷയില്ല. ഗ്രേവി ആ മുസമ്പിയുടെ ഒരു ജ്യൂസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിലൊരു എനിക്ക് തോന്നണേ ഇതിൻ്റെ ഒരു മെയിൻ സാധനം കറക്റ്റ് വേവിലെടുക്കണം അല്ലേ? കൂടുതൽ അധികം വേവിക്കാൻ ബീഫാണോ എന്ന് കരുതിയിട്ട് നമ്മൾ കുറേ നേരം വേവിക്കും. ഞാൻ ആ ഒരു ചില ആൾക്കാർ വേവിക്കും, നന്നായിട്ട് വേവിക്കും. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അപ്പൊ അത്ര ആവാൻ പാടില്ല ശരിക്കും. ഒരു മാക്സിമം ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ. വലിയ പണിയുള്ള കേസല്ല അല്ലേ? സിമ്പിൾ കേസാ, പക്ഷെ എങ്ങനെയുണ്ട്? ഹെവി സാധനമാണ്. എങ്ങനെയുണ്ട് അഭിപ്രായം പറയും? മൊത്തം തിന്ന് എടുത്തിട്ട് പറയാം. ഒരു രക്ഷയില്ല, ഹെവി ആയിട്ട്. കുറേ ദിവസമായി ലോക്ക്ഡൗൺ ആയിട്ട് എന്നും ഒരേ ഫുഡും കാര്യങ്ങളും കഴിച്ചിട്ട് ലോക്ക്ഡൗണിന് ശേഷം ഒരു നല്ല കിഡ്ലൻ ഫുഡ് ഉണ്ട്. ഓക്കെ ഓക്കെ, ഹെവി അല്ലേ? നല്ല 5 സ്റ്റാർ സാധനങ്ങളായി തുടങ്ങും, കാര്യങ്ങൾ തുടങ്ങും. ആ ചൂയിങ്കം ഒരു എന്താ പറയാ, ഒരു ഇതുണ്ട്, പോലെ ഉണ്ട്. അല്ല, ആ ഒരു ഇതാണ് എൻ്റെ മെയിൻ ടേസ്റ്റ്. അങ്ങനെ ഒരു ചവച്ച വെച്ചിട്ട് അതിൻ്റെ ഒരു ആ മൊസംബിയുടെ ജ്യൂസും അതിൻ്റെ നമുക്ക് ഇടുക്കി കൂടി കൊള്ളാല്ലേ. ഇനി ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് തരുന്നില്ല, ട്രൈ ചെയ്ത് നോക്കും. സംഭവം ഞാൻ വിചാരിച്ചതിനെക്കാട്ടും വെച്ചാൽ ഞാൻ എത്രത്തോളം സക്സസ്ഫുൾ ആവും നമുക്ക് അറിയില്ലായിരുന്നു. കാണുമ്പോൾ ഒരു എന്താ പറയുക, ഇത്രയും പ്രതീക്ഷിച്ചില്ല. അത്രേ പറഞ്ഞുള്ളൂ. സംഭവം നല്ല ഹെവി ആയിട്ടുണ്ട്. അത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പെട്ടെന്ന് വലിയ ഇൻഗ്രീഡിയൻസും വേണ്ട. അപ്പം ഇതിൻ്റെ നമുക്ക് കഴിക്കേണ്ട രീതി എന്ന് പറയുമ്പോൾ തന്നെ ആപ്പിളും ഇതും കൂടി എടുത്തേ. ആദ്യം ആപ്പിൾ എടുക്കുക, ഒരു കഷ്ണം എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബീഫ് സ്റ്റേക്ക് വെക്കുക. മുസംബിയുടെ ഒരു ഇത്തിരി ജ്യൂസി കൊടുത്താൽ മതി. ഇടും. എങ്ങനെയുണ്ട്? ആപ്പിളും മുസംബിയും ഒരു കഷ്ണം ക്യാപ്സിക്കനും കൊടുക്കും. ക്യാപ്സിക്കനോട് ഒരു കഷ്ണം ഹെവി ഒന്നും പറയാ. ഒന്ന് കഴിച്ചു നോക്കിയേ, ഒരു പീസ് കൂടി കഴിച്ചു നോക്കിയേ. നീ ഒരു പീസ് കഴിച്ചു നോക്കിയേ, കുഞ്ഞു കഷ്ണം, ഒരു കുഞ്ഞു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കിയേ. ഒരു പീസ് ക്യാപ്സിക്കൻ എടുത്തു, ഒരു കഷ്ണം ആപ്പിൾ എടുത്തു. ആപ്പിളിന്റെ ഫ്ലേവർ ഒക്കെ കറക്റ്റ് കിട്ടണല്ലേ? എപ്പോഴും ഉണ്ടല്ലോ നമ്മൾ ഈ മീറ്റ് സാധനങ്ങൾ കഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ കൂടെ ഫ്രൂട്ട്സ് സംഭവങ്ങൾ കഴിക്കുന്നത് വളരെ ഹെൽത്തി ആയിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം കൊള്ളാം, നല്ല നല്ല പരിപാടിയാണ്. കഴിച്ചേ, അതൊന്ന് കഴിച്ചേക്ക്. ഒരു ഫ്ലേവർ കിട്ടണല്ലേ? അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ ആ ഒരു
സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും അമർത്തുക. പറയും അതെ, എല്ലാ സബിലും പറഞ്ഞില്ലേ, അപ്പൊ അതേപോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് വീണ്ടും വരും. അതെ, അപ്പൊ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ. അപ്പൊ ലോക്ക്ഡൌൺ സമയത്ത് ഇതാണ് സബീലിന്റെ ബെഡ്റൂം കേട്ടോ. ബെഡ്റൂം കാണിക്കാം. കണ്ടോ ഈ സാധനം എന്താണെന്ന് അറിയാം? കണ്ടോ സബീലിന് കിട്ടിയ സ്വീകരണം വാങ്ങി അല്ല സബീലെ? കുറെ ദിവസമായി ബീഫൊക്കെ കൂട്ടിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്താൽ പോരെ? നമുക്കല്ല ബീഫ് കറി ഉണ്ടാക്കിയ പോരെ? സംഭവം എന്തായാലും സൂപ്പർ. ഒരു ഇന്റീരിയർ ഡിസൈനർ ആയിട്ട് ഇതിന്റെ പേരറിയില്ല. ഇത് കണ്ടുപിടിച്ചിട്ട് പോയാൽ മതി. ഇതുപോലെ തന്നെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? സബീല് നേരത്തെ തള്ളിയ പോലെ കുറച്ച് കുക്കിംഗ് ഒക്കെ അറിയാം, അങ്ങനെ ഭയങ്കരമായിട്ടല്ല.